കേരള പോലീസ് അക്കാദമിയുടെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഒരു ദിനം കൂടി സ്ഥാനം പിടിക്കുന്ന നിമിഷം. ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ ഓഫ് പോലീസും കേരള സംസ്ഥാന പോലീസ് മേധാവിയുമായ ശ്രീ അനിൽകാന്ത് IPS അവർകൾ ഇന്ന് കേരള പോലീസ് അക്കാദമി സന്ദർശിക്കുകയും വിവിധ തസ്തികയിലെ പോലീസ് പരിശീലനാർത്ഥികളുമായി ഇൻ്ററാക്ഷൻ നടത്തുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഇന്ത്യൻ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത് അവர்களுടെയും കുടുംബാംഗങ്ങളുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെ വിയോഗത്തിന് കേരള പോലീസ് അക്കാദമിയും കേരള പോലീസും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് അനുശോചനം രേഖപ്പെടുത്തുന്നു. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങളാ ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും നബിയല്ലാവും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഈ ചടങ്ങിന് ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിയെ സ്വാഗതം ചെയ്യുന്നതിനും ആമുഖം നൽകുന്നതിനും വേണ്ടി ബഹുമാനപ്പെട്ട ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസും കേരള പോലീസ് അക്കാദമി ഡയറക്ടറും കൂടിയായ ശ്രീ P. വിജയൻ IPS അവരുകളെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഏറെ ബഹുമാന്യനും ആരാധ്യനുമായ കേരള പോലീസ് ചീഫ് ശ്രീ അനിൽകാന്ത് സർ, എൻ്റെ സഹപ്രവർത്തകരായ ശ്രീ സുബ്രഹ്മണ്യൻ, ശ്രീ നജീവ്, ശ്രീ സോളമൻ, പ്രിയപ്പെട്ട DYSPമാരെ, പ്രിയ സീനിയർ ഓഫീസേഴ്സ്, പ്രിയ കേഡറ്റുകൾ. സർ, ഇതൊരു യുണീക്ക് കോമ്പിനേഷനാണ് സാറിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതിൽ 165 സബ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്, സബ് ഇൻസ്പെക്ടർ ട്രെയിനീസ് ഉണ്ട്. അതുപോലെ തന്നെ 2-3 ബാച്ചുകളിലായിട്ട് വന്നിരിക്കുന്ന വനിതാ പോലീസ് CPOs ഉണ്ട്. അതുപോലെ ഞങ്ങളുടെ ചുണക്കുട്ടികളായിരിക്കുന്ന സ്പെഷ്യലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ട്രെയിനീസ് ഉണ്ട്. നമ്മളിവിടെ ഏകദേശം 123 അവർ ഏറ്റവും കൂടുതൽ ട്രെയിനിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് പാസിംഗ് ഔട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. സാർ അന്ന് പറഞ്ഞതുപോലെ ഒരു 2 weeks അറ്റാച്ച്മെൻറ്റ് വിൽ ഗീവ് ദം ടു ട്രിവാൻഡ്രം സർ ടു ഗെറ്റ് എക്സ്പോസ്ഡ് ടു ദിസ് ട്രിവാൻഡ്രം ഫെസിലിറ്റീസ് ആൻഡ് ദി വേരിയസ് ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ആൻഡ് ഓൾ. നമ്മൾ സർ ഒരു ഇവരെ ട്രെയിൻ ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമെന്ന് പറയുന്നത് ഒരു വലിയ രീതിയിലുള്ള ട്രെയിനീസും തമ്മിലുള്ള വലിയ ഒരു കൂട്ടായ്മ ഇവിടെ സൃഷ്ടിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ ട്രെയിനിങ് നമുക്ക് ഇവിടെ നടക്കാൻ സാധ്യമാകുന്നത്. കാരണം ലോകം ആകമാനമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയിരിക്കുന്ന, ലോക്ക്ഡൗൺ ചെയ്യപ്പെടുന്ന, ഇൻ്റർനാഷണലി ഫേമസ് ആയിരിക്കുന്ന യൂണിവേഴ്സിറ്റീസ് പോലും അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിവിടെ ഇത്രയും ക്ലോസ് നെറ്റായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസും ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസും മെസ്സിങ് ഒക്കെ നടത്തിക്കൊണ്ട് ഏകദേശം 800-ഓളം വരുന്ന ട്രെയിനീസ് ഇവിടെ നടത്തും. ഈ ട്രെയിനീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വലിയൊരു സഹകരണത്തോടും അതോടൊപ്പം തന്നെ ഒരു ട്രെയിനറിൽ നിന്ന് ഒരു മെൻറ്ററുടെ ലെവലിലേക്ക് ഇവിടുത്തെ ഓരോരോ ട്രെയിനേഴ്സും ഉയർന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു കാഷ്വാലിറ്റി പോലും ഇല്ലാതെ ലോകമാകമാനം COVID-19 പാൻഡമിക് 2 താണ്ഡവമാടിയ സമയത്ത് നമ്മളെ അക്കാഡമി ഭാഗ്യവശാൽ ചെറിയ ബ്രേക്ക് നമ്മൾ കൊടുക്കേണ്ടി വന്നാലും പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് നമുക്ക് തിരിച്ചെടുക്കാനും അതോടൊപ്പം തന്നെ ട്രെയിനിങ് കൊടുക്കാനും പറ്റും.
ഒന്ന് സാർ പലപ്പോഴും ഞങ്ങളെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒന്ന് നമ്മളിപ്പോൾ പോലീസിങ് ഇവർ പരിശീലനം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ലോകം ഒരു തികച്ചും വ്യത്യസ്തമായിരിക്കുന്ന ചില റിയാലിറ്റീസാണ്. ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു COVID-19 അതുപോലെയുള്ള ഹെൽത്ത് എമർജൻസി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയം. രണ്ടാമത്തത് ടെക്നോളജി ഈ ഡിജിറ്റൽ ടെക്നോളജി റവല്യൂഷനും അതുണ്ടായിരിക്കുന്ന ഡിസ്റ്റർബൻസസും അതുണ്ടാക്കുന്ന സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളും സാധ്യതകളും ഒക്കെ ഉള്ള ഒരു കാലഘട്ടം. മൂന്നാമതായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്ലൈമറ്റ് ചേഞ്ച് പോലെയുള്ള വളരെ ആസന്നമായിരിക്കുന്ന പല പ്രകൃതി ദുരന്തങ്ങളുടെയും കേരളം നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിലാണ് ഇവർ പരിശീലനം നടത്തിപ്പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് ഡിജിറ്റലിൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ നേരത്തെ പോലീസായിരുന്നു ജനങ്ങളെ മോണിറ്റർ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ജനങ്ങൾ പോലീസിനെയും വളരെ ശക്തമായി മോണിറ്റർ ചെയ്യുന്ന ഒരു സമയമാണ്. എന്തും ഏതും നമ്മൾ ചെയ്യുന്ന സമയത്ത് ക്യാമറകളുടെ കണ്ണിലാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു ധാരണയോടുകൂടി പ്രവർത്തിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്തെങ്കിലും രീതിയിലുള്ള ദുശ്ചെയ്തികൾ അല്ലെങ്കിൽ നല്ല രീതികൾ ചെയ്താലും എല്ലാം ഇന്ന് ഗ്ലോബലൈസ് ചെയ്യപ്പെടും. ഒരു വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഇടുമ്പോഴേക്കും അത് ഗ്ലോബൽ പ്രോഡക്റ്റായി മാറും. അപ്പോൾ ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഒരു അതോറിറ്റിയുടെ അരഗൻസോട് കൂടിയിട്ട് പോലീസിന് പോകാൻ പറ്റില്ല എന്നും പോലീസ് എന്ന് പറയുന്നത് മനുഷ്യരെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള അവരുടെ പെരുമാറ്റം വളരെ ശ്രദ്ധാപൂർവമായിരിക്കേണ്ടതാണെന്നും ഇത്തരത്തിലുള്ള ഒരു പോലീസിംഗ് ആണ് 21st സെഞ്ച്വറിയിൽ വേണ്ടതെന്നൊക്കെയുള്ളൊരു ധാരണയോടാണ് സാർ ഞങ്ങൾ ഇവരെ പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ സാറ് പലപ്പോഴും ഇപ്പോൾ നാളെ തന്നെ സീനിയർ ഓഫീസേഴ്സിൻ്റെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. കാരണം കേരളത്തിലെ പോലീസിംഗ് സിറ്റുവേഷനെ കുറിച്ചിട്ട് റിവ്യൂ ചെയ്യാനും ഫർദർ നടപടികളൊക്കെ സ്വീകരിക്കുന്നത് ഇവരായിരിക്കും സാർ. ഇനിയിപ്പം പോകുന്ന 165 സ്റ്റേഷനുകൾ മാൻ ചെയ്യുന്നതും ഇവർ തന്നെയായിരിക്കും. ഈ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ അവരുടെ കേരള പോലീസിൻ്റെ കട്ടിംഗ് എഡ്ജ് ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരായി നിൽക്കുന്ന വനിതാ പോലീസുകാരും മറ്റുള്ളവരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ അങ്ങയുടെ ഒരു കാഴ്ചപ്പാടിലുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു പോലീസിങ് എങ്ങനെയായിരിക്കണം എന്ന് സാറിൻ്റെ ഒരു ഞങ്ങൾ ഈ കുലപതി എന്നുള്ള നിലക്ക് ഈ പോലീസിൻ്റെ ഗൃഹനാഥൻ അല്ലെങ്കിൽ തറവാട്ട് കാരണവരെന്നുള്ള നിലക്ക് സാറിൻ്റെ നിർദ്ദേശങ്ങൾ വളരെ ഇവരെ സംബന്ധിച്ചുള്ള ഈ ബഡ്ഡിങ് സ്റ്റേജിൽ തന്നെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം സാറിന് ഇനി ഒരു ഇൻട്രഡക്ഷനും നിന്ന് നിങ്ങൾക്ക് വേണമെന്ന് ആവശ്യമില്ല. കാരണം രാവിലെ നിങ്ങൾ നിർത്തിയിട്ടും സാർ ഓടുന്നതും സാറ് ചെയ്യുന്നതും പിന്നീട് യാതൊരു തളർച്ചയുമില്ലാതെ സംസാരിക്കുന്നതൊക്കെ കണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ആരാണ് അനിൽ ഖാൻ സാർ എന്ന് നിങ്ങളോട് ഞാൻ പറയേണ്ടത്. ഞാൻ സാറുമായിട്ട് വളരെ ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തിട്ട് വളരെ നല്ല രീതിയിൽ എനിക്ക് പലപ്പോഴും ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഞാനൊരു ഡിസ്റ്റൻസിൽ സംസാരിക്കുന്നത്. നേരത്തെ ആണെങ്കിൽ എനിക്കൊരു എൽഡർ ബ്രദറിനോടുള്ള സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടാണ് ഞാൻ സാറിനോട് സംസാരിക്കാറ്. കാരണം ഒരു വളരെ ലവിങ് ആയിരിക്കുന്ന കേരള പോലീസിൻ്റെ വിജിലൻസിലും ക്രൈം ബ്രാഞ്ചിലും SCRBയിലും അതുപോലെ റോഡ് സേഫ്റ്റി അതോറിറ്റിയിലും ഒക്കെ വിവിധ മേഖലയിൽ പ്രവർത്തിച്ച് ഈ കഴിഞ്ഞ ജൂലൈ മുതൽ കേരള പോലീസിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളും നിയമസഭ കൂടുകയും പല ഇഷ്യൂസിൻ്റെ ഇടയിൽ സാറിന് വരാൻ പറ്റില്ല. ഇന്ന് സാർ മേഡ് ഇറ്റ് ആക്ച്വലി. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം ഉണ്ടാകുന്ന, കാരണം ഇവിടെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളെ ഈ ഫോഴ്സിൻ്റെ നാഥൻ എന്നുള്ള നിലക്ക് സാറിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നാണ് ഇവിടെയുള്ള ഓരോ മെമ്പർമാർക്കും കിട്ടുന്ന പ്രചോദനം എന്ന് പറഞ്ഞു. കൂടുതൽ ഉത്സാഹഭരിതരായിട്ട് ക്യാമ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ട്രെയിനിങ് നടത്താനും ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡപ്പ് ചെയ്യാനൊക്കെ സാറിൻ്റെ ഈ വിസിറ്റ് വളരെ ഉപകാരപ്രദമായിരിക്കും. സാർ പറഞ്ഞിരിക്കുന്നത് ഇതൊരു വലിയ പ്രസംഗ പരിപാടിയാക്കാനുള്ളതല്ല. നിങ്ങൾ ഓരോരുത്തരും ഇതിൽ പല രീതിയിലുള്ള ഘട്ടത്തിൽ പരിശീലനത്തിലെത്തിയിരിക്കുന്ന ആളുകളാണ്. നിങ്ങളെല്ലാവരും ഇന്നലെ വരെ ഒരു സിവിലിയനുമായിരുന്നു. അപ്പം നിങ്ങൾക്ക് കേരള പോലീസിനെ എങ്ങനെ നമുക്കിനി കൂടുതൽ നന്നായി കൊണ്ടുപോകാം, നമ്മളെ പരിശീലനം എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം, അക്കാഡമിയുടെ ഫെസിലിറ്റീസിൽ നിങ്ങൾ വരും തലമുറകൾക്ക് എങ്ങനെ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താം, അങ്ങനെയൊക്കെയുള്ള പൊതു നന്മയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള നിങ്ങളുടെ സജഷൻസൊക്കെ കിട്ടുകയാണെങ്കിൽ പോളിസി മേക്കിങ്ങിൻ്റെ പല ഘട്ടത്തിലും സാറ് നിങ്ങളെ ഈ പോലീസ് അക്കാഡമിയെക്കുറിച്ചിട്ടും കേരള പോലീസിനെ കുറിച്ചും ചിന്തിക്കുമ്പോൾ സാറിനൊരു ഗൈഡൻസ് ആയിരിക്കും നിങ്ങളിൽ നിന്നും കിട്ടുന്ന നിർദ്ദേശങ്ങൾ. അതുകൊണ്ട് അത്തരത്തിൽ ചിന്തിച്ച് നിങ്ങളെല്ലാവരും വൈലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങളുടെ ചിന്തയെയും നിങ്ങളുടെ അനുഭവങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഈ സാറുമായിട്ട് ഷെയർ ചെയ്യുക. ഇതൊരു ഹൈലി ക്ലോസ്ഡ് ഡോർ ഒരു ഇൻട്രാക്ഷൻ ആയിരിക്കും. So free to use this opportunity to improve upon the academy, the training and this Kerala Police in the overall performance. ഇത്രയും പറഞ്ഞുകൊണ്ട് സാറിൻ്റെ ഒരു ചെറിയ വീഡിയോ, ഒരു ഇൻട്രഡക്ടറി വീഡിയോ കേരള പോലീസ് അക്കാഡമി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണിച്ചുകൊണ്ട് നമുക്ക് I think we can start this interactive section. Thank you. Honorable Director General of Police and State Police Chief of Kerala, Shri Anil Kam IPS is a 1988 batch IPS officer of Kerala cadre. In his outstanding service spanning 33 years, he has held several posts in all branches of the police department.
Some of the strategically important posts held by Sri Anil Kam IPS include ADGP State Crime Records Bureau, ADGP Armed Police Battalion, ADGP Headquarters, ADGP South Zone, ADGP Crime Branch, etc. He has also served in other important departments like Vigilance and Anti-Corruption Bureau, Prisons and Correctional Services, Excise, Transport, Fire and Rescue Services, and Kerala Road Safety Authority. On central deputation, he has worked in the Intelligence Bureau and was posted in New Delhi and the northeast states of Meghalaya. Sri Anil Kam IPS has won many awards and recognitions. President's Police Medal for Meritorious Service in 2007, President's Police Medal for Distinguished Service in 2014, Badge of Honor for Excellence in 2018, and commendation of successful organization of the 64th All India Police Games are some of his achievements. He hails from Delhi and has completed his post-graduation in political science from Delhi University. Sri Anil Kam IPS assumed charge as the State Police Chief of Kerala in July 2021. It is a great honor for the Kerala Police Academy to host Sri Anil Kam IPS on his maiden visit to the Academy as the State Police Chief of Kerala. Sir, a warm welcome to the Kerala Police Academy. ഏറെ ആദരവോടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി ശ്രീ അനിൽകാന്ത് IPS അവരുകളെ ഇൻട്രാക്ഷൻ സെഷന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. IG Shri Vijayan, Shri Solomon, Shri Najib, faculty members, all the trainees. It's a great honor, actually. I'm overwhelmed by your response and your affection, which I saw today morning. So, it's an honor for me to be here. ഇത് ഈ താങ്കളുടെ ഈ ട്രെയിനിങ് പീരിയഡ് ഇപ്പോൾ ലൈഫ് ലോങ് സർവീസിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫേസാണ്. ഏറ്റവും ബെസ്റ്റ് ഫേസാണെന്ന് രണ്ട് കാരണമുണ്ട്. ഒരെണ്ണമാണ് താങ്കളൊരു കരിയർ ചൂസ് ചെയ്തു, ആ കരിയർ അനുസരിച്ച് ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് ഇവിടെ ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇപ്പോൾ whatever values you imbibe consciously or unconsciously, അപ്പോൾ ലൈഫ് ലോങ് they are going to serve you. സോ എൻ്റെ ഒരു അഡ്വൈസാണ് ഇപ്പോഴേ ഈ ട്രെയിനിങ് സമയത്ത് മാക്സിമം ആയിട്ട് ഒരു നല്ല ക്വാളിറ്റീസാണ് നമുക്ക് അഡോപ്റ്റ് ചെയ്യണം. എല്ലാം ഇവിടെ നല്ല പറയാവുള്ളൂ, പക്ഷേ എല്ലാം ഇൻഡിവിജ്വൽ അത് അനുസരിച്ച് അത് അക്സെപ്റ്റ് ചെയ്യൂ. കുറേ ആൾക്കാർ 100% ഫോളോ ചെയ്യൂ, കുറേ ഇപ്പോൾ 80% ചെയ്യൂ, കുറച്ച് 50% ചെയ്യൂ. എനിക്കൊരു പേഴ്സണൽ ഒരു സജഷൻസ് ഉണ്ട്, അഡ്വൈസ് ഉണ്ട്, ഒരു ഗൈഡൻസ് ഉണ്ട്. ഞാൻ രാവിലെ പറഞ്ഞ പ്രകാരം ഒരു ഡിസിപ്ലിൻ ലൈഫിലെ ഒരു അത്യാവശ്യമാണ്. പർട്ടിക്കുലർലി നമ്മുടെ ഒരു പോലീസ് സർവീസ് ജോയിൻ ചെയ്താൽ ഒരു കോൺഷ്യസ് ആയിട്ട് ഒരു യൂണിഫോം സർവീസ് നമുക്ക് ഏറ്റിട്ടുണ്ട്. അപ്പോൾ ആ യൂണിഫോം സർവീസിൻ്റെ അർത്ഥമാണ് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്. ആ റെസ്പോൺസിബിലിറ്റീസിലെ ആദ്യം ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ. ഞാൻ പറയാറുണ്ട്, എല്ലാം ആൾക്കാരുണ്ട് പറയാതെ ഇയാൾ ഓണസ്റ്റാണ്, ഓണസ്റ്റ് അല്ല. ഓണസ്റ്റിൻ്റെ ഇതാണ് ഹൃദയത്തെ പറഞ്ഞ ഓണസ്റ്റ്. ഓണസ്റ്റി ഈസ് നോട്ട്, അപ്പോൾ എല്ലാ ആൾക്കാരും നോക്കുന്നുണ്ട് ഞാൻ ഓണസ്റ്റാണ്, അതില്ല, ആരും നോക്കുന്നില്ല, പക്ഷെ എനിക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഓണസ്റ്റിയാണ് ഏറ്റവും ബെസ്റ്റ് ഓണസ്റ്റി. അപ്പോൾ ആ രീതിയിൽ ഞാൻ പറയുന്ന പ്രകാരമാണ് താങ്കളുടെ ഇപ്പോഴേ ട്രെയിനിങ് പീരീഡിൽ ഒരു വളരെ സിൻസിയറായിട്ട് ഒരു വെരി കെയർഫുള്ളായിട്ട് അവരുടെ കരിയർ പാത്ത് ചൂസ് ചെയ്തിട്ട് ഇവിടെ തന്നെ മുന്നോട്ട് പോകാനുണ്ട്. ഇപ്പോഴത്തെ സമയം ഇപ്പോൾ ഡയറക്ടർ ഇപ്പോൾ പറഞ്ഞ പ്രകാരം നേരത്തെ ജനങ്ങളുടെ മോണിറ്റർ ചെയ്യാനായിട്ട് നമ്മുടെ പോലീസിൻ്റെ റോളായിരുന്നു, ഇപ്പോഴേ നമ്മുടെ സ്ക്രൂട്ടനിയിലാണ്. ഇതിൻ്റെ രണ്ടും ഭാഗങ്ങൾ ഗുണമുണ്ട്, ദോഷമുണ്ട്.
ഗുണമാണ്. നമുക്ക് സ്ട്രെയിറ്റായി പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ഡീവിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വിജിലൻസ് ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് ഗുണമില്ലാത്ത കാരണമാണ് തങ്ങളുടെ ലൈഫിൽ എല്ലാം സ്ക്രൂട്ടനിയാണ്. അപ്പോൾ ഇത് ഐഡിയൽ കണ്ടീഷനിൽ നിൽക്കാൻ ആവശ്യമുണ്ട്. ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ അതാണ് നമ്മുടെ സർവീസിൻ്റെ റിക്വയർമെൻറ്റ്, നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ്റെ റിക്വയർമെൻറ്റ്. നമുക്ക് എല്ലാം സമയം ഓഫ് ഡ്യൂട്ടി ഓൺ ഡ്യൂട്ടി എല്ലാ സമയവും നമുക്കൊരു വളരെ ഒരു ഐഡിയൽ സിറ്റുവേഷൻസിൽ നിൽക്കണം. അപ്പോൾ അതിന് പറയാവുന്നത് പോലീസ് ആൻഡ് പ്രൊഫഷണലിസം ഒരു രണ്ട് കാര്യമാണ് ഒരുമിച്ച് കൂടെ പോകുന്നു. അതാണ് പ്രൊഫഷണലിസം ഈസ് ദ എക്സലൻസ് ഇൻ എവറി ഫീൽഡ് വാട്ട് എവർ യു ഡു. അപ്പോൾ പോലീസിൻ്റെ ഭാഗമായിട്ട് ഇത് എക്സലൻസിനെ സംബന്ധിച്ചാണ്, പ്രൊഫഷണലിസം സംബന്ധിച്ചാണ്. നമ്മുടെ ഈ അക്കാഡമിക് ഇപ്പോഴത്തെ അക്കാഡമിക് ക്ലാസ്സസ് ട്രെയിനിങ് നടക്കുന്നുണ്ട്, പിന്നെ ഫിസിക്കൽ നടക്കുന്നുണ്ട്. അതിൻ്റെ രണ്ടുമിൻ്റെ അമംഗലമായിട്ട് അങ്ങനെ തന്നെ ഒരു നമ്മുടെ പ്രൊഫഷണലിസമാണ്. പ്രൊഫഷണലിസത്തിൻ്റെ ഒത്തിരി ലെക്ചേഴ്സ് നിങ്ങൾ കേട്ടി കാണും. അപ്പോൾ ഞാൻ അത്ര കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കുറച്ച് 2-3 കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമുക്ക് ചെയ്യാനായിട്ട് ഒരു കണ്ടക്ട്, നമ്മുടെ പോലീസ് സർവീസിലായാലും നമുക്ക് കണ്ടക്റ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടക്ട് ഡിസിപ്ലിനു ശേഷം നമുക്ക് കണ്ടക്ട്, ഹൗ വി കണ്ടക്ട് അവർ സെൽഫ് ഈ ഒഫീഷ്യൽ ലൈഫിൽ, പേഴ്സണൽ ലൈഫിൽ അത് വളരെ അത്യാവശ്യമാണ്. കാരണം വേറെ ഈ ജനങ്ങളുടെ ഏതെങ്കിലും രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്ക് ഐഡിയലായിട്ട് മാത്രം പറ്റുള്ളൂ. വി ആർ ഡിസ്ട്രിക്ട് റിക്കഗ്നൈസ്ഡ് ബൈ ദ യൂണിഫോം. അപ്പോൾ യൂണിഫോമിൽ നമുക്ക് ഒരു പ്രൈഡാണ്. അപ്പോൾ ആ പ്രൈഡിൽ നമ്മുടെ കണ്ടക്റ്റിൽ അവർക്ക് മോശമാകാൻ പാടില്ല. സോ വി ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ ഹൗ വി അഡ്രസ് അവർ സെൽഫ്. ഈ ഒഫീഷ്യൽ കണ്ടക്ട്, പേഴ്സണൽ കണ്ടക്റ്റിൽ സപ്പോസ് താങ്കളുടെ ഫാമിലി ലൈഫിൽ പുറത്ത് പോകാറുണ്ട്, ആ സമയത്ത് വളരെ ഡീസൻ്റായിട്ട് കെയർഫുള്ളായിട്ട് പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കണ്ടക്ട് ചെയ്യണം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവിടെ ഒരു സെൽഫ് ഇവോൾവ്മെൻറ്റ് ആണ് ഇവിടെ ട്രെയിനിങ് ബേസിക് ആണ് ഇവിടെ ട്രെയിനിങ് കൊടുക്കും. ബാക്കി സമയമാണ് നമുക്ക് സെൽഫ് ഇവോൾവ്മെൻ്റ് ആണ്. സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, സെൽഫ് ഇൻവോൾവ്മെൻറ്റിൻ്റെ ഒറ്റ ഭാഗമാണ് നമുക്ക് മാക്സിമം റീഡിങ് ചെയ്യണം. ഒരു ലൈഫിൽ റീഡിങ്ങിൻ്റെ ഹാബിറ്റ് നടത്തിയാൽ നല്ലതായിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയൻ്റെ സമയമാണ്. സോഷ്യൽ മീഡിയയിൽ ഒത്തിരി അതുണ്ട്, ഒത്തിരി ഇൻഫോർമേഷനുണ്ട്, മിസ്ഇൻഫോർമേഷനുണ്ട്. പക്ഷേ നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് സോഷ്യൽ മീഡിയനെ ഹൗ ടു ഇൻട്രാക്ട് ആസ് എ പോലീസ് ഓഫീസർ സോഷ്യൽ മീഡിയയിൽ വളരെ കെയർഫുള്ളായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യണം. വളരെ ഓൺലി പ്രൊഫഷണൽ മാറ്റേഴ്സ് മാത്രം അത് തന്നെ സംസാരിക്കണം, പോസ്റ്റ് ചെയ്യണം. വളരെ സൂക്ഷിച്ചിട്ട് കെയർഫുള്ളായിട്ട് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇൻട്രാക്ഷൻ ആവശ്യമുണ്ട്. പിന്നെ അടുത്തതായി അപ്പോൾ നമ്മുടെ ഈ ഫീൽഡിൽ പോയ ശേഷം ബേസിക്കലി ഇപ്പോഴേ നമ്മുടെ ഇത് സിറ്റുവേഷൻ മാറി. പോലീസിൻ്റെ റോളുണ്ട്. ഇപ്പോൾ പോലീസിൻ്റെ റോൾ സമയമനുസരിച്ച് ഒത്തിരി റോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 വർഷം കോവിഡ് സിറ്റുവേഷനിൽ പോലീസിൻ്റെ റോൾ കംപ്ലീറ്റ് മാറിപ്പോയി. അപ്പോൾ അങ്ങനെ തന്നെ ഒരു ഫ്യൂച്ചറിൽ ഭാവിയിൽ പോലീസിൻ്റെ റോൾ അങ്ങനെ തന്നെ ന്യൂ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മാറി പോകും. അപ്പോൾ ആ സമയത്ത് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, മെയിൻ ഫോക്കസ് ആണ് പോലീസ് ഒരു സർവീസാണ്. അതൊരു എല്ലാവർക്കും മനസ്സിലാക്കണം. വി ആർ ഓൾ ഗവൺമെൻറ് സർവൻറ്റ്. വി ആർ ഹിയർ റിക്രൂട്ടഡ് ഫോർ ദ സർവീസ് ഓഫ് ദ പബ്ലിക്. സോ ഈ ജനങ്ങൾ നമുക്ക് അപ്രോച്ച് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പേഷ്യൻ്റ് ആക്കണം, നല്ല രീതിയിൽ സംസാരിക്കണം. അപ്പോൾ അതാണ് മനസ്സിലാക്കണം. ആരോ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ആൾക്ക് അത് ബുദ്ധിമുട്ടാണ്, അവർക്ക് ഏതെങ്കിലും വിഷമത്തിലാണ്, കഷ്ടത്തിലാണ്. ആ സിറ്റുവേഷനിൽ നമുക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഈ ആൾക്ക്
എന്ത് നമുക്ക് സംസാരിക്കാനുണ്ട്, ഏത് രീതിയിൽ സംസാരിക്കാനുണ്ട്, ഈ ആളുടെ അത് റിയാക്ഷൻ ഉണ്ടാവും. അവിടെ പേഷ്യൻ്റ് ഹിയറിങ് കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ഒരു വിഷമം വരും. അപ്പോൾ അതായത് നമുക്ക് ഇതാണ് പറയുന്നത്, കൂടുതൽ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ ഭാഗത്ത്. ഏതെങ്കിലും പ്രൊവോക്കേഷൻ വന്നാൽ നമ്മുടെ ബിഹേവിയർ വളരെ സോഫ്റ്റ് ആക്കണം. ഞാൻ സോഫ്റ്റ് ആക്കണമെങ്കിൽ ജനറൽ പരാതി കേൾക്കുന്ന സമയത്ത് അത് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ആയാലും നമുക്ക് അത് ടഫായിട്ട് ആക്ട് ചെയ്യേണ്ടി വരും. അത് എനിക്ക് പറയാൻ ആവശ്യമില്ല, താങ്കളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരുപാട് ക്രിറ്റിസിസം വരുന്നുണ്ട്. എല്ലാം ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആളുടെ ഒരു ലാംഗ്വേജ് ആണ്, അപ്പോൾ താങ്കളുടെ സ്വന്തം മനസ്സിലാക്കണം. ഞാൻ എഡ്യൂക്കേറ്റഡ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലാംഗ്വേജ് ആ രീതിയിൽ ആക്കണം, ആ ലെവലിൽ ആക്കണം. അതിൻ്റെ താഴെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ പണ്ടിലെ കുറച്ച് അങ്ങനെ തന്നെ അഡ്വേഴ്സായിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് 1-2 ഇൻസിഡൻറ്റിൽ നമുക്ക് എത്ര നല്ല കാര്യം പോലീസ് ഫോഴ്സ് എത്ര നല്ല കാര്യം ചെയ്യുന്നുണ്ട്. അതിന് കൺട്രോവേഴ്സി വന്നാൽ ഈ സോഷ്യൽ മീഡിയയുടെ സമയത്ത് നമ്മുടെ എല്ലാം ഗുഡ് വർക്കാണ് അത് മോശമാകാൻ പോകുന്നു. അപ്പോൾ അതിൽ താങ്കൾ ഫീൽഡിൽ പെട്ടെന്നുണ്ടെങ്കിൽ താങ്കളെല്ലാം ഫീൽഡിൽ പോയത് അത് പ്രത്യേക മനസ്സിലാക്കണം. അത് സിമ്പിൾ എൻ്റെ മന്ത്രമാണ്. ദ ബിഹേവിയർ എല്ലാം ആൾക്കാർ ഒരു ബിഹേവിയർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. താങ്കൾ ഒരു ബിഹേവിയർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ബാക്കി വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ ആ ബിഹേവിയർ എല്ലാം ആൾക്കാർക്ക് എനിക്ക് നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്യണം, നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ താങ്കൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബിഹേവിയർ എല്ലാം ആൾക്കാർ ആ ബിഹേവിയർ കൊടുക്കുന്ന ആവശ്യമുണ്ട്. അത് മനസ്സിന് ഫിക്സ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വാട്ട് എവർ ബിഹേവിയർ യു വാണ്ട് ഫോർ യുവർ സെൽഫ്, ആ ബിഹേവിയർ ബാക്കി ആൾക്കാർക്ക് കൊടുക്കുന്ന ആവശ്യമുണ്ട്. അത് മനസ്സിലാക്കണം. ബാക്കി പ്രൊഫഷണലിസമിൻ്റെ ഒത്തിരി ലെയേഴ്സ് ഉണ്ട്. പേഴ്സണൽ ഹൈജീൻ ഉണ്ട്, ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്, ബാക്കി ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇത് കുറച്ച് കാര്യം വേണ്ടിയാണ് താങ്കളുടെ ഇപ്പോൾ താങ്കളുടെ ഏജിലെ ഏറ്റവും ബെസ്റ്റ് ഏജാണ്. ബെസ്റ്റ് ഏജ് പറയാതെ ഈ സ്റ്റേജിൽ വട്ട് എവർ യു ഡിസൈഡ് ഈ സമയത്ത് ഡിസൈഡ് ചെയ്താൽ മാക്സിമം പ്രൊഡക്റ്റീവ് ഏജാണ്. ഏതെങ്കിലും ഡിസൈഡ് ചെയ്താൽ താങ്കൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ഏത് ഫീൽഡിൽ പോയാൽ, അക്കാഡമിക് ഫീൽഡോ, സ്പോർട്സ് ഫീൽഡോ, മെഡിസിനോ, സർവീസോ, ഏതെങ്കിലും ഫീൽഡിൽ പോയാൽ ഇപ്പോഴത്തെ ഏജാണ് 22 to 28, 30. അത് മാക്സിമം പ്രൊഡക്റ്റീവ് ഏജാണ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമമായിട്ട് അച്ചീവ് ചെയ്യണം, മാക്സിമമായിട്ട് എഫേർട്ട് ചെയ്യണം, മാക്സിമം അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ, താങ്കളുടെ ഫുൾ പൊട്ടൻഷ്യൽ ഏത് രീതിയിലാണ് ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അതാണ് കുറച്ച് കാര്യം എനിക്ക് പറയാനുണ്ട്. എനിക്കറിയാം എല്ലാ ആൾക്കാർ 6 മണിക്ക് തുടങ്ങിയ 5:30 ഡേ തുടങ്ങിയ കുറേ ആൾക്കാരനെ കുറച്ച് സ്ലോ ആയിട്ട് കുറച്ച് ഉറങ്ങുന്നുണ്ട്, അങ്ങനെ കാണാറുണ്ട്. പക്ഷേ എനിക്കറിയാം രാവിലെ ഇത്ര തുടങ്ങിയ. അപ്പോൾ ഞാൻ ഇത്ര കൂടുതൽ പോകുന്നില്ല. ഇതേക്കുറിച്ച് ഇപ്പോഴേ ഇൻറ്ററാക്റ്റീവ് സെഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. താങ്കളുടെ ഏതെങ്കിലും ഒരുപാട് ഡൗട്ട് ഉണ്ടാവും, എനിക്കറിയാം. ഡയറക്ടർ, ഫാക്കൽറ്റി അവർക്ക് നിങ്ങളുടെ താങ്കളുടെ എല്ലാം ഡൗട്ട്സും എല്ലാം അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ആസ് SPC ആയിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. താങ്കളുടെ ഏതെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ട്രെയിനിങ് സംബന്ധിച്ച സജഷൻ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വേറെ സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കേൾക്കാം, നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് ഈ സെഷൻ നമുക്ക് നടക്കാൻ പോകുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇവരെല്ലാവരും സാറിൻ്റെ അഡ്വൈസ് ഇനിയുള്ള ജീവിതകാലം സർവീസിലിരിക്കും മുഴുവൻ കാര്യം നമ്മൾ പ്രതീക്ഷിക്കും സർ. നമുക്ക് ഇൻറ്ററാക്റ്റീവ് സെക്ഷനിലേക്ക് പോകാം. സർ പറഞ്ഞ പോലെ സംശയങ്ങളോ സജഷൻസോ എന്തെങ്കിലും, ഇറ്റ്സ് ഫ്ലോർ ഈസ് ഓപ്പൺ. പ്ലീസ് യു മേക്ക് യൂസ് ഓഫ് ഇറ്റ്. Good morning, sir. My name is Akhil, SIC 1499. Sir, at the onset, let me thank you for giving me an opportunity today morning to join us and running with us.
This was in fact highly motivating because such a senior person from police office joined us, and the kind of simplicity in your face and the the endurance you are maintaining and your physique, all that is outstanding. And now when we personally analyze ourselves, what I feel, we are nothing in front of you and we have to go miles to go. And my promise, as you told, we will definitely lead a disciplined life, and we'll do it through continuous improvement. And some another concern which I feel from the last 1 year after joining this training regarding the police department. One thing, that is the work-life balance. Sir, can you please tell me from your experience how a police person can manage his family and job together? Because recently in the social medias and all, and I see many of the police personnel, they are mentally disturbed and they are attempting suicide and all. That is one question. And the second question, as you mentioned in the social media, now there is lot of negative news coming regarding the police, and some of the fake news also circulating. Maybe some film part, serial part, they are circulating like this, police has done these things and all. We do have the cyber dome and facilities like cyber cell and all. Are we taking any measures to control these type of illegal activities and all, to remove these type of stuffs and all? That is one question. And third thing, as you mentioned about the facilities here in Kepa, to be frank, sir, I am completely satisfied with that kind of training which I am getting from here. But due to COVID and all, we can't utilize some of the facilities here, like swimming pool, the gym facility here. And also one more thing which is missing was, we don't got any class regarding the martial arts and defense skill. That was one thing which is very important as we are going to a force like this. We have to face many situations like this. So that's it, sir. Thank you. Thank you, Akhil. It was very nice hearing from you, and you summed it very well. First thing, my observation is that you said you are nothing in front of in front of me, that I don't agree with you. You all are individually capable of any wonder. Any wonder. So there is nobody less. It's all only, it's here, your determination, your basically the purity of your purpose and thought. That is very important. So that coming to the question, first of all, I bless you all. And it was I'm telling you, it was such a wonderful experience to be with you in the morning. It was such a wonderful exercise. Wonderful, wonderful. My only request to all of you would be that maintain the physical fitness lifelong habit. That is a request to you or advice to you. So please maintain that. That will help you in your life. Coming to Akhil, your next point, which you said, how to maintain the work and your family balance of life. There are only two advice I can give you. One is that purity of thought, which I said, is that if you do the right thing, then many of the problems will not come. It's a very simple principle. Go as per the book. Go as the straight as possible. Then ചെറിയ ആ സമയത്ത് പ്രശ്നം ചിലപ്പോൾ ഉണ്ടാവും, പക്ഷേ അതിന് ശേഷം അത് ലോങ് ടേമിൽ ബെനിഫിറ്റാണ്. അപ്പോൾ അത് വർക്കിൻ്റെ ലൈഫിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് താങ്കളുടെ പ്രയോറിറ്റി ഡിസൈഡ് ചെയ്യണം. പറ്റും, പക്ഷേ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യണം. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ വേണ്ടിയാണ് ഞാൻ പറയുന്നത്, ഒരു ഫിസിക്കൽ എക്സസൈസ് ഒരു മസ്റ്റാണ്. പിന്നെ വാട്ട് യു ഈറ്റ്, അതെല്ലാം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ ഞാൻ എലബറേറ്റ് ചെയ്തില്ല, പക്ഷേ ഇപ്പോഴേ അതാണ്. വാട്ട് യു ഈറ്റ് ഓൾസോ എഫക്ട്സ് ആർ ബോഡി ആൻഡ് മൈൻഡ്. സോ ഹെൽത്തി ഫുഡ്
ആക്കണം. ഹെൽത്തി ഫുഡിൻ്റെ മാത്രം കോസ്റ്റ്ലി ഫുഡ് ഞാൻ പറഞ്ഞില്ല, ഒരു സിമ്പിളാണ്. ഡയറ്റിൽ ഫ്രൂട്ട്സ് ഉണ്ടാവണം, ഷുഗർ കട്ട് ചെയ്യണം, ഫ്രൈഡ് ഐറ്റംസ് വേണ്ട, വെജിറ്റബിൾസ് കൂടുതൽ വേണം. ഒരു സിമ്പിളാണ് അത് ഫുഡ്. ദിവസത്തിലെ 3 പ്രാവശ്യം മാത്രം ഫുഡ് കഴിക്കണം, ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നറും. ബാക്കി സ്നാക്സും അത് തന്നെ ഒരു അവോയ്ഡ് ചെയ്യാനല്ലായിരിക്കും. എനിക്കറിയില്ല എത്ര ആൾക്കാർക്ക് ഈ സജഷൻ ഇഷ്ടപ്പെട്ടുവോ, പക്ഷേ അതേ ഒരു എൻ്റെ പേഴ്സണൽ എൻ്റെ അഡ്വൈസാണ്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു അഖിൽസ് ദിസ് തിങ്, ദ മെയിൻറ്റെയിനിങ് ദ വർക്ക് ആൻഡ് ദ ഫാമിലി ലൈഫ് ബാലൻസ്. സോ ബീങ് എ പോലീസ് ഓഫീസർ ലൈഫ് ഒരു ടഫാണ്, നമ്മുടെ ബിസി ലൈഫാണ്. പക്ഷേ ഒരു മെയിൻറ്റെയിൻ ചെയ്യാനുണ്ടെങ്കിൽ പ്രയോറിറ്റീസ് നമുക്ക് ഡിസൈഡ് ചെയ്താൽ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഷോൾഡറിലെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് നമ്മുടെ ഫെയർനെസ്, ലൈഫിലെ ഒരു ഫെയർനെസ്, ഏതെങ്കിലും ഡ്യൂട്ടി ചെയ്താൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതെങ്കിലും യൂണിറ്റിലാണ് ഒരു ഫെയർനെസ് ഒരു മനസ്സിൽ ഉണ്ടെങ്കിൽ ആൻഡ് കമ്പാഷൻ ഫോർ ദ ജനങ്ങൾ, 2-3 കാര്യങ്ങൾ നമ്മൾ ഉണ്ടെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. സാറ്റിസ്ഫാക്ഷൻ്റെ മനസ്സിലെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ അത് മാത്രം നമുക്ക് ബാക്കി പ്രൊഫഷണൽ ലൈഫിൽ ഫാമിലി ലൈഫിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയുള്ളൂ. കാരണം എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് പ്രകാരമാണ്, ഞാൻ കുറേ ആളിനെ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ ഭയങ്കര ഒരു ടെൻഷനിലാണ്. അപ്പോൾ ടെൻഷനിലാണ് അത് ടെൻഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ക്ലോസ്ലി മോണിറ്റർ ചെയ്താൽ അത് സ്വന്തം ദേ ആർ നോട്ട് ഹാപ്പി വിത്ത് ദെംസെൽസ്. അതാണ് ഒരു മെയിൻ കാരണം അവിടെ ഇതിൻ്റെ. അപ്പോൾ ഹൗ ടു മേക്ക് യുവർ സെൽഫ് ഹാപ്പി, അപ്പോൾ അതിൻ്റെ ഒരു മൂലമന്ത്രം ഒരു പ്രത്യേകത ഒന്നുമില്ല. ഹൗ ടു മേക്ക് യുവർ സെൽഫ് ഹാപ്പി ഈസ് ദറ്റ് യു ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ വാട്ട് ദ ഗോഡ് ഹാസ് ഗിവൻ യു. കണ്ടൻറ്റ്മെൻറ്റ് ഒരു മെൻ്റൽ സ്റ്റേറ്റാണ്. ആ കണ്ടൻറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ കമ്പയർ ചെയ്യാനുണ്ടെങ്കിൽ അത് കണ്ടൻറ്റ്മെൻറ്റ് കിട്ടത്തില്ല. വാട്ട് എവർ ഇസ് ഗിവൻ, ഗോഡ് ഹാസ് ഗിവൻ യു, അതിൻ്റെ ഒരു താങ്ക്ഫുൾ ആക്കണം. അതിലൊരു കണ്ടൻറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് മനസ്സിൽ ഒരു ശാന്തമായാൽ പിന്നെ ലൈഫിലെ പ്രൊഫഷണൽ ലൈഫിലെ സോഷ്യൽ ലൈഫിലെ പേഴ്സണൽ ലൈഫിലെ ഒരു ബാലൻസ്ഡ് കൈൻഡ് ഓഫ് അപ്രോച്ച് വേണ്ടി വരും. ആ രീതിയിൽ പോയാൽ എനിക്ക് ഒരു വിശ്വാസമുണ്ട് അതിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. താങ്ക് യു. സർ, RTPC 5501 രേവതി ഇസ്നാഥ്. സർ, നേരത്തെ സൂചിച്ച പോലെ ഒരു ട്രെയിനിങ് ടൈമിലാണ് നമുക്ക് മാക്സിമം ഡിസിപ്ലിൻസ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക, പുതിയതായിട്ട് ഡിസിപ്ലിൻസ് നമുക്ക് ഈ ലൈഫിൽ പാർട്ടാക്കാൻ പറ്റുക. അപ്പോൾ സാറിൻ്റെ ട്രെയിനിങ് ടൈമിൽ സാർ പുതിയതായിട്ട് അഡാപ്റ്റ് ചെയ്ത ഡിസിപ്ലിൻസിനെ കുറിച്ച് ഒന്ന് പറയാമോ സർ? ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് മൈ ഫിസിക്കൽ എക്സസൈസ്. ഞാൻ സ്കൂൾ കോളേജ് സമയത്ത് ഞാൻ സ്പോർട്സ്മാൻ ആയിരുന്നു. ഞാൻ എല്ലാം ഗെയിം കളിക്കും. പക്ഷേ അക്കാഡമിയുടെ പോയ ശേഷമാണ് ഞാനൊരു വളരെ സീരിയസ് ആയിട്ട് ഫിസിക്കൽ എക്സസൈസ് എടുത്തു. അതാണ് ഫസ്റ്റ് ഡിസിപ്ലിൻ അവിടെ നിന്ന് എനിക്ക് അക്കാഡമിയിൽ കിട്ടി. ആ 1989 ജോയിൻ ചെയ്ത ശേഷമാണ്, അതിനുശേഷം ഞാൻ ജോഗിങ് സ്റ്റോപ്പ് നിർത്തിയിട്ടേ ഇല്ല. അപ്പോൾ അതൊരു ആ രീതിയിൽ എൻ്റെ ലൈഫിൻ്റെ ഭാഗമായി. അപ്പോൾ അതാണ് ഒരു അക്കാഡമീൻ്റെ കൺട്രിബ്യൂഷൻ എൻ്റെ ലൈഫിലാണ്. നേരത്തെ ഉണ്ടായിരുന്നു, ഞാനൊരു സ്കൂളിൽ ഞാൻ പറഞ്ഞ സ്കൂളിലെല്ലാം ഗെയിം കളിക്കും. പക്ഷേ ജോഗിങ് ആണ് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാണ് അക്കാഡമിയിൽ. നമ്മുടെ ക്രോസ് കൺട്രിയിൽ പോകില്ല, എല്ലാം ആഴ്ചയിൽ ശനിയാഴ്ച ഒരു ക്രോസ് കൺട്രിയിൽ പോകാൻ. അപ്പോൾ അതാണ് ആ സമയത്ത് ഞാൻ ഈ ഹാബിറ്റ് അഡോപ്റ്റ് ചെയ്തു. 117 Simi Charlie sir. Good morning sir. Here we are living in this academy is like Alice in Wonderland, and nothing to say more about the training and accommodation and facilities we are getting here. And from your perspective view, or from the life and work experience, I would like to know what is the most challenging part to become a police officer? Most challenging part of being a police officer is to perform your duty with utmost fairness. That is a very challenging part, I personally feel. But it is very satisfying. I can tell you from my own experience. So challenging part is, it's a very simple, we are all duty bound to be fair as per the law. But it is challenging also, but very satisfying.
So be fair. What is wrong, what is right? ഒരു വളരെ ഈസിയാണ്. അതെന്ന് പേര് ഒരു വലിയ ഒരു അതില്ലല്ലോ, രഹസ്യമൊന്നുമില്ലല്ലോ. എല്ലാവർക്കും അറിയാം വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്. അപ്പോൾ ഗോ ദ റൈറ്റ് പാത്ത്. അതിൽ ചെയ്യാൻ നമുക്ക് ഈസി ആവും. My name is Deepu Pillai, SIC 1515. So our director had a proper plan about what to do that 2 months. So we were attached to the police stations and we were able to acquire the practical knowledge and we were able to work with the ISHOs and SIs and all that. And so, sir, I felt that there is a lack of technological knowledge at the police station. So each and every member should be given knowledge about the technology and cyber world, and so that we could able to detect the cases well. And the second thing is about the drug detection kit. So we practically know what is drugs and all that, and we could identify it. But for confirming and all that, I feel that each and every station should be provided with a drug detection kit, so that every thing we get the proper conviction, and no evidence. Every evidence we give should help in the conviction of that crime. ഗുഡ് സജഷൻസ് ആണ്. അപ്പോൾ യെസ്, ടെക്നോളജി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ടെക്നോളജി ഇതിൻ്റെ ഭാഗമാണ്. ടെക്നോളജിൻ്റെ വിതൗട്ട് ടെക്നോളജി ഇൻ ആർ ലൈഫ് വി കനോട്ട് ഫങ്ഷൻ, സോ ആർ പ്രൊഫഷണൽ ലൈഫ്. അപ്പോൾ താങ്കളുടെ സജഷൻ പ്രകാരം നമ്മുടെ ഇൻപുട്ട്, അത് തന്നെ അക്കാഡമീൻ്റെ ക്ലാസ് റൂം ട്രെയിനിങ് അതിലെല്ലാം ഉണ്ടാവും, പ്രാക്ടിക്കൽ ട്രെയിനിങ് അല്ല. ഈ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഭാവിയിൽ അതൊരു കൂടുതൽ ടെക്നോളജീൻ്റെ ട്രെയിനിങ്ങും പിന്നെ ബാക്കി പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് നമുക്ക് ചേർക്കാം. നമസ്കാരം സാർ. സബ് ഇൻസ്പെക്ടർ കാഡറ്റ് സനീഷ് സാറെ. ചോദ്യമല്ല, ഒരു റിക്വസ്റ്റാണ് സാർ. ഞങ്ങളുടെ ഇൻഡോർ എക്സാം ജനുവരിയിൽ ഉണ്ടാകുമെന്നറിയുന്നു. അപ്പോൾ സമയക്കുറവുകൊണ്ട് ഞായറാഴ്ചകളിലാണ് നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളുള്ളത്. അപ്പോൾ ഫെറ്റിക് ഡ്യൂട്ടികൾ മിക്കവാറും ഉണ്ടാകാറുണ്ട്. അപ്പം ഞായറാഴ്ചകളിലെ ഫെറ്റിക് ഡ്യൂട്ടി ഒഴിവാക്കി തന്നാൽ കൂടുതൽ കാര്യക്ഷമമായി പഠിച്ച് മികച്ച നിലവാരത്തിൽ ഈ പരീക്ഷ പാസ്സായി പുറത്തിറങ്ങാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ആദരവോടെ അങ്ങയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. അദ്ദേഹം ഓൾറെഡി ചെയ്തിട്ടുണ്ട്, പറഞ്ഞു ഡയറക്ടർ. നമസ്കാരം സാർ. SIC 1520 വിഷ്ണു ബി സി നായർ. സാർ, എൻ്റെ ഒരു സജഷനാണ്, വേറൊന്നുമല്ല. നമ്മൾ പലരും സ്റ്റേഷനിൽ പോകുമ്പോഴാണ് കൂടുതലായിട്ട് പോലീസിൻ്റെ പണി എന്താണെന്ന് മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഫീൽഡ് എക്സ്പീരിയൻസ്. അപ്പം എനിക്ക് ഒരു അഭിപ്രായമുള്ളത്, എല്ലാ ട്രെയിനീസിനെയും ട്രെയിനിങ്ങിൻ്റെ പീരീഡിൽ ഒരു 2 ആഴ്ചയോ 1 മാസം ഇനിയുള്ള ഭാവിയിൽ ഫ്യൂച്ചർ നമ്മൾ ട്രെയിനീസിനെ ഒരാഴ്ചയോ 2 ആഴ്ചയോ അറ്റാച്ച് ചെയ്ത് കുറച്ചുകൂടെ നോളജായിട്ട് പുറത്തു പോയിട്ട് വരുമ്പോൾ നമുക്ക് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറേ കൂടെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് അത് സീരിയസോടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കുറേ കൂടെ മനസ്സിലാക്കി നമുക്കത് പഠിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതൊരു സജഷനാണ്. താങ്ക് യു സാർ. നല്ല സജഷൻസ് ആണ്, അത് നോട്ട് ചെയ്യണം. സാർ നമസ്കാരം. RTPC 1147 പ്രഭു പി. സ്പെഷ്യൽ റിക്രൂട്ട്സ് 123 പേരിൽ ഒരാളാണ്. സാർ, വളരെ ആദരവോടെയും അതിലുപരി ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ സുപ്രഭാതം ഞങ്ങൾ വരവേറ്റത്. കാരണം ഞങ്ങളെക്കാൾ ചെറുപ്പമായ ഒരു എന്താ പറയുക, ഞങ്ങളെക്കാളും ചെറുപ്പമായ ഒരു ആളെ കൂടെ ഞങ്ങൾ ഇന്ന് രാവിലെ ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ 123 സ്പെഷ്യൽ റിക്രൂട്ട്സുകളിൽ ഞങ്ങൾ പോലീസ് സേനയുടെ ഭാഗമായി വന്നിട്ട്, ഇപ്പോൾ ബഹുമാനപ്പെട്ട IG സാറ് പറഞ്ഞ പോലെ പാസിംഗ് ഔട്ടിൻ്റെ പടിവെക്കിൽ വന്ന് നിൽക്കുകയാണ്. എപ്പോഴാണ് പാസിംഗ് ഔട്ട് എന്നുള്ള ഒരു ആകാംക്ഷ ഒരുപാട് കാലങ്ങളായിട്ട് ഞങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നതാണ്. അതുപോലെ സാറേ, എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, പലതരം ഊരുകളിൽ നിന്ന് പലവിധ ജീവിതചര്യയിൽ നിന്ന് വന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഒരു യൂണിഫോം സേനയുടെ ഭാഗമാണ്, കേരളത്തിലെ ഏറ്റവും നല്ല അച്ചടക്ക സേനയുടെ ഭാഗമായി യൂണിഫോമിൽ കയറാൻ നിൽക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ സമൂഹത്തിനോട്, അല്ലെങ്കിൽ സമൂഹം ഞങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പോലീസ് സേനയുടെ ഭാഗമായിട്ട് ഞങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം? അപ്പോൾ ഇതിനെക്കുറിച്ച് സാറിൻ്റെ വിലയേറിയ അഭിപ്രായവും നിർദ്ദേശങ്ങളും അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്.
താങ്ക് യു സാർ. പ്രഭു അല്ലേ? ഓ, പ്രഭു വളരെ ഇമോഷണലായിട്ട് ഒരു സംസാരിച്ചാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. യു സ്പോക്ക് ഫ്രോം യുവർ ഹാർട്ട്. അപ്പോൾ ലൈഫിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം പുതിയ ഒരു മന്ത്രം ഒന്നുമില്ല. ഒരു സിമ്പിൾ ലൈഫിൽ സിമ്പിൾ തോട്ട് പ്രോസസ്സ് ഉണ്ടാവണം. സിമ്പിൾ തോട്ട് പ്രോസസ് ആണ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്, വാട്ട് ഈസ് ഫെയർ, വാട്ട് ഈസ് അൺഫെയർ, what behavior I expect from you towards me, I have to give the same behavior towards others. ഒരു സിമ്പിൾ പ്രിൻസിപ്പിളാണ് ലൈഫിൻ്റെ. ഇതേ അഡോപ്റ്റ് ചെയ്താൽ ഒരു ലൈഫിൽ അതേ ആവും. അപ്പോൾ പ്രഭു അങ്ങനെ തന്നെ പോയാൽ, അങ്ങനെ തന്നെ ഒബ്സർവ് ചെയ്തിട്ട് താങ്കളുടെ ഈ അതിൻ്റെ ശേഷം ഈ ട്രെയിനിങ്ങിലെ ഭാഗമായിട്ട് താങ്കളുടെ എത്ര ഒരു ഫെലോ പ്രൊഫഷണൽസ് ഉണ്ട്, അതുണ്ട്. എല്ലാവർക്കും എല്ലാ മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റി കാണും. അപ്പോൾ ആ ക്വാളിറ്റി ഒബ്സർവ് ചെയ്യണം. നല്ല ക്വാളിറ്റി ഉണ്ട് അക്സെപ്റ്റ് ചെയ്യണം. കുറിച്ച് തെറ്റുണ്ടെങ്കിൽ അത് നമുക്ക് നോക്കണം. ഞാൻ പറയാറുണ്ട്, ഐ ഹാവ് ലേൺഡ് ഫ്രോം പീപ്പിൾ നോട്ട് ടു ഡു മോർ ദാൻ വാട്ട് ഐ വോണ്ട് ടു ഡു. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ when you go to the life, you just observe and conduct yourself in a very positive manner and in a very fair manner. ഫെയർ മാനറിൽ ഞാൻ പറഞ്ഞ നേരത്തെ പ്രകാരം വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്, അതിൻ്റെ ഒരു വലിയ രഹസ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ട് ഈസ് റോങ്, വാട്ട് ഈസ് റൈറ്റ്. സോ അത് തന്നെ ഒരു റൈറ്റ് മനസ്സിൽ ഏതെങ്കിലും സിറ്റുവേഷൻ വന്നാൽ എല്ലാ ആളുടെ മനസ്സിൽ നമുക്കേ അറിയാം. ബാക്ക് സൈഡ് ഓഫ് അവർ മൈൻഡ് ഏതെങ്കിലും നമ്മൾ തെറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മനസ്സിൽ ഒരു വോയിസ് വരും, ഇത് തെറ്റില്ല, അത് ശരിയല്ല. പക്ഷെ ചിലപ്പോൾ നമ്മുടെ അതിൻ്റെ ഇഗ്നോർ ചെയ്തിട്ട് വീണ്ടും അങ്ങനെ ചെയ്യും. ഏതെങ്കിലും കാര്യം ദേഷ്യത്തിൽ ചെയ്യും, ഗ്രീഡിൽ ചെയ്യും, കോമ്പറ്റീഷനിൽ ചെയ്യും. അപ്പോൾ ആ വോയിസ് നമുക്ക് കേൾക്കണം. ആ വോയിസ് കേൾക്കാൻ ബാക്കി സൈലൻസ് ആക്കണം. അപ്പോൾ റൈറ്റ് രീതിയിൽ ചെയ്താൽ ശരിയാണ്. എൻ്റെ പേര് ജിഷ്ണു, SIC 1530. പലപ്പോഴും തിരുവനന്തപുരത്ത് വെച്ച് സാർ സ്റ്റേഡിയത്തിൽ ഓടുമ്പോൾ സാർ എത്രത്തോളം എഫർട്ട് എടുത്ത് ഓടുന്നുവെന്ന് ഇന്ന് സാറിൻ്റെ കൂടെ ഓടിയപ്പോഴാണ് മനസ്സിലായത്. രാവിലെ അജി സാർ പറഞ്ഞ പോലെ സാറിന് ഫിസിക്കൽ ട്രെയിനിങ് ചെയ്യുന്നവർക്ക് വളരെയധികം ഒരു പ്രചോദനവും അവർക്കൊരു ഉത്തമ ഉദാഹരണമാണ് സാർ. സാർ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ അപ്പോയിൻമെൻറ്റ് വരുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് കേരളത്തിലെ മുഴുവൻ സ്റ്റേഷനുകളിലും SHOമാരായി SIമാരെ മാറ്റി CAമാരെ ആക്കിയത്. ഇപ്പോൾ പുതിയ വാർത്തകൾ വരുന്നത് കേരളത്തിലെ സ്റ്റേഷനുകളെ വീണ്ടും 3 തരത്തിലാക്കുകയും അതിൽ ABC കാറ്റഗറി തിരിച്ച് C കാറ്റഗറിയെ മുഴുവൻ വീണ്ടും SHOമാരായി SIമാരെ ആക്കുന്നുവെന്നാണ്. അപ്പോൾ എന്തോ ഇനി ഭാവിയിലേക്ക് ഇനി വീണ്ടും SIമാരെ വീണ്ടും എല്ലാ സ്റ്റേഷനിലും SHOമാരാക്കുന്നതിനൊരു നീക്കമാണോ ഇത് എന്നറിയില്ല. എന്നാൽ സാറിൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ ഏതാണ് കൂടുതൽ ബെനിഫിറ്റ്, SIമാരാണോ CAമാരാണോ സ്റ്റേഷനിൽ SHOമാരായി മാറേണ്ടത്? രണ്ടുമിൻ്റെ ഗുണമുണ്ട്. നമ്മൾ പരിശോധിക്കുന്നുണ്ട്. സീനിയർ ഓഫീസേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് ഏതെങ്കിലും നമ്മുടെ ഫോഴ്സിന് വേണ്ടി ഏതെങ്കിലും ബെസ്റ്റ് ഉണ്ടാവും, ആ രീതിയിൽ നമുക്ക് പോകാം. എല്ലാവർക്കും ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം വീണ്ടും ഞാൻ പറയാം. എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഓപ്പർച്യൂണിറ്റി കിട്ടി ആസ് SPC ആയിട്ട് താങ്കൾ എത്ര ആൾക്കാരിൽ സംസാരിക്കാനായിട്ട്. ഒരു ബിഹേവിയറിൻ്റെ സംബന്ധിച്ചുള്ള നമുക്കൊരു എന്താണ് ഓത്ത് എടുക്കണം. നമ്മുടെ നല്ല ബിഹേവിയർ ജനങ്ങളുടെ കൂടെ നമുക്ക് ഒരു പ്രസൻറ്റ് ചെയ്യണം. നല്ല പുതിയ ഫേസ് നമ്മുടെ പോലീസിൻ്റെ ആക്കണം. നമ്മുടെ കേരള പോലീസിൻ്റെ ഒരു മോട്ടോ ഉണ്ട്, ഒരു മൃദുഭാവേ ദൃഢ കൃത്യ, പൊലൈറ്റ് ബട്ട് ഫേം. അപ്പോൾ അതേ ഒരു പൊലൈറ്റ് ഭാഗം കാണാൻ എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഒരു മനസ്സിൽ ഈ സ്റ്റേജിൽ ഞാൻ പറഞ്ഞ പ്രകാരം ഇത് താങ്കളുടെ ഈ സ്റ്റേജിലാണ് ഇംപ്രഷനബിൾ ഏജാണ്. ഇംപ്രഷനൽ ഏജിലാണ് ഈ സമയത്ത് ഏതെങ്കിലും വാല്യൂസ് അപ്പോൾ അഡോപ്റ്റ് ചെയ്താൽ അത് ലൈഫ് ലോങ് പോകും. അതിൽ ഒരെണ്ണമാണ് നമുക്ക് ഒരു നല്ല ബിഹേവിയർ, സ്പെഷ്യലി ഇതിൻ്റെ പബ്ലിക് ഡീലിങ്ങിൽ ഒരു പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം. അത് ഒരു പേഴ്സണൽ റിക്വസ്റ്റാണ്. എനിക്ക് വളരെ സന്തോഷമാവും എൻ്റെ ഈ ബാച്ച്, എൻ്റെ ഈ വേർഡ്
ഒരു അഡോപ്റ്റ് ചെയ്തിട്ട് ലൈഫിൽ പ്രാക്ടീസ് ചെയ്താൽ എനിക്ക് വളരെ സന്തോഷമാവും. താങ്ക് യു. RTWPC 5770 ജിൻസി ജോർജ്. സാർ, എനിക്ക് ഒരു റിക്വസ്റ്റാണ് പറയാനുള്ളത്. ഇപ്പം ഞങ്ങൾ ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ ഇപ്പോൾ ട്രെയിനിങ് പീരീഡിൽ നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസും ഇൻഡോർ ക്ലാസ്സിലും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധ്യതകൾ, നമ്മൾ ഈ കാണുന്നതല്ലാത്ത ഒരുപാട് സാധ്യതകളുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഫോറൻസിക് സയൻസ്, സൈബർ വേൾഡ്, അതല്ലെങ്കിൽ ഡ്രോണിൻ്റെ മേഖലകൾ, പല രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങൾ. അപ്പോൾ ഇതിനെപ്പറ്റി അല്ലെങ്കിൽ ഇതിൽ പല ആൾക്കാർക്കും പല രീതിയിലുള്ള പാഷനുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇൻവെസ്റ്റിഗേഷൻ ഫീൽഡിലോട്ടൊക്കെ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനും മറ്റുമൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ തന്നെ അങ്ങനെ ഒരു പാഷൻ തിരഞ്ഞെടുക്കാനും അതിനെപ്പറ്റി അറിയാനും കൂടുതലും നമുക്കൊന്നും അറിയില്ല. ഇപ്പോൾ ഈ ഇടയ്ക്ക് അറിഞ്ഞതാണ് SAPയിൽ നമ്മൾ ഒരു ഡ്രോണിൻ്റെ ഒരു ഫെസിലിറ്റിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന പല സാധ്യതകളെ പറ്റിയും നമ്മൾ പലരും അറിയുന്നില്ല. അപ്പം നമുക്ക് ആ ഒരു ഫീൽഡിലോട്ട് തിരിയുന്നത് എങ്ങനെയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ എന്തൊക്കെയുണ്ട് ഈ ഒരു ഫോഴ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന എക്സ്ട്രാ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ പുതിയ പുതിയ ഫീൽഡുകൾ, സൈബർ വേൾഡ് എങ്ങനെയാണ്, സൈബർ സെല്ലിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ക്രൈം ബ്രാഞ്ച്, വിജിലൻസ്, ഇതിൻ്റെ തന്നെ ഉള്ളിലുള്ള വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ്, അതൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ തന്നെ നമുക്ക് നമ്മുടെ ഒരു പാഷൻ, നമ്മുടെ ഒരു രീതി, നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് ആ രീതിയിലേക്ക് വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൂടെ ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ ഉൾക്കൊള്ളിച്ച കൊള്ളാമെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. താങ്ക് യു സാർ. ജിൻസി, താങ്കളുടെ സജഷൻസ് വളരെ യൂസ്ഫുൾ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്ടർ അദ്ദേഹം പറഞ്ഞു താങ്കൾ കുറച്ച് പേഷ്യൻസ് ഉണ്ടാവണം. 72 days ആയേ ഉള്ളൂ. ഒരുപാട് അവിടെ ട്രെയിനിങ്സ് ഉണ്ട്, ഒരുപാട് എക്സ്പോഷേഴ്സ് ഉണ്ട്. അപ്പോൾ പേഷ്യൻസ് ആയിട്ട് അപ്പോൾ തന്നെ സജഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കൂടുതൽ ആക്ടിവിറ്റീസ് അങ്ങനെ തന്നെ എക്സ്പോഷേഴ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സാർ നമസ്കാരം. സാർ SIC 1602 കിരൺ. സാർ, കൊറോണയായിട്ട് ബന്ധപ്പെട്ട് 2 മാസം നമ്മൾ സ്റ്റേഷൻ അറ്റാച്ച് ട്രെയിനിങ് ചെയ്തായിരുന്നു. അത് നമ്മുടെ പ്രാക്ടിക്കൽ ട്രെയിനിങ് നിന്ന് കുറച്ചാണ് എന്നാണ് ഉത്തരവുണ്ടായത്. നമുക്ക് 10 മാസമാണ് സാർ പ്രാക്ടിക്കൽ ട്രെയിനിങ്. ആ 10 മാസം കിട്ടിയിരുന്നെങ്കിൽ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് നമുക്ക് ജോലിയിൽ നന്നായിട്ട് ശോഭിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അതിനാൽ 10 മാസം തന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ് അനുഭവിച്ച് എന്തെങ്കിലും നടപടി സാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. In this respect, we have reviewed this part. Actually, sir, as that lady spoken about, there are certain basics to be taught from the academy. അതിന് നമ്മൾ അതെങ്ങനെയാണ് when the syllabus was approved, a portion at academy, a portion at the field. Fortunately, they got an advance that one because they got a 2 months. So if we give more emphasis on the practical, anyway the lifelong they will be doing the practical thing. But academy life it will be limited. So we have to give certain basic foundation has to be built up. That process we have to continue. ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി ശ്രീ അനിൽകാന്ത് IPS കേരള പോലീസ് അക്കാദമി പരിശീലനാർത്ഥികളുമായിട്ടുള്ള സംവാദം ഇവിടെ പൂർണ്ണമാവുകയാണ്. ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിയുടെയും കേരള പോലീസ് അക്കാദമി ഡയറക്ടറിൻ്റെ അനുമതിയോടുകൂടി ഈ ചടങ്ങ് ഇവിടെ പൂർണ്ണമാകുന്നതിന് വേണ്ടി ദേശീയഗാനം ആലപിക്കുന്നതിന് പരിശീലനാർത്ഥികളെ സാദരം ക്ഷണിക്കുന്നു. ഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे